കർണാട്ടിക് മ്യൂസീഷ്യൻ ശ്രീറാം ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീറാം, വേദനാജനകമായ ഒരു വാർത്ത ഈ രാത്രിയിൽ പങ്കുവെക്കേണ്ടി വരുന്നു എന്നതാണ്. തബല മാന്ത്രികൻ സാക്കിർ ഹുസൈൻ വിടവാങ്ങിയിരിക്കുന്നു. അദ്ദേഹത്തിന്റെ അന്ത്യം അമേരിക്കയിൽ സംഭവിച്ചിരിക്കുന്നു. അദ്ദേഹവുമായുള്ള ഓർമ്മകൾ എങ്ങനെ പങ്കുവെക്കുന്നു ഈ നിമിഷം? വളരെ അധികം ഷോക്കിംഗ് ആയിട്ടാണ് ഞാൻ ആ ന്യൂസ് ഇപ്പോൾ വായിച്ചത്. ഞാൻ ഒരു കച്ചേരി കഴിഞ്ഞ് വന്നേ ഉണ്ടായിരുന്നുള്ളൂ. അതില് ലോക പ്രശസ്തിയിലേക്ക് തബലയെ ഉയർത്തുക എന്നുള്ള അതൊരു വൺ ചാപ്റ്റർ. അതല്ലാതെ തബലയെ എല്ലാ മേഖലകളിലേക്കും, ഇപ്പോൾ ഹിന്ദുസ്ഥാനിയിലേക്കായാലും ശരി, ഫ്യൂഷൻ മേഖലയിലേക്കായാലും ശരി, അതുപോലെ ഇപ്പോൾ ഉള്ള ന്യൂ ജനറേഷൻ ആൽബം മേഖലയിലേക്കായാലും ശരി, ഇതിനൊക്കെ ആദ്യമായിട്ട് മുൻകൈ എടുത്ത് അസാധ്യമായിട്ട് വർക്ക് ചെയ്ത ഒരു ഗ്രേറ്റ് ലെജൻഡറി ആർട്ടിസ്റ്റ് ആണ് സാക്കിർ സാർ. അതുപോലെ അദ്ദേഹത്തിന്റെ വീട്ടില് അപ്പാജിയുടെ കൂടെ ഉള്ള പ്രാക്ടീസ് സെഷന് എല്ലാരും വിളിച്ച് ഒരു എന്താ പറയാ, ഒരു ഓപ്പൺ പ്രാക്ടീസ് സെഷൻ അവിടെ നടക്കുമായിരുന്നു. ഞാൻ അങ്ങനെയാണ് അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് ആദ്യമായിട്ട് പോകുന്നത്. ശ്രീ രഞ്ജിത്ത് ബാരോട്ട് സാറാണ് എന്നെ അവിടെ കൂട്ടിയിട്ട് പോയത്. അതിനുശേഷം ഒരു ഇതുപോലെ ഒരു തബല സെഷൻ എല്ലാവരും വായിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവിടെ പോയി അദ്ദേഹത്തിന്റെ വായന കേട്ടു. അതുപോലെ അദ്ദേഹം അവിടെ വരുന്ന ലെജൻസിന്റെ ഒക്കെ വായന കേട്ടു. കുറച്ചു സമയം പാടുവാനുള്ള ഭാഗ്യം എനിക്ക് കിട്ടി അവിടെ. അത് വളരെയധികം എന്താ പറയാ, ഒരു പ്രൈഡ് മൂവ്മെന്റ് ആയിരുന്നു എനിക്ക്. പിന്നെ വേറെ ഒരു പ്രധാനപ്പെട്ട കാര്യം, വേറെ ഒരു തബലിസ്റ്റും നമ്മളുടെ കർണാടക സംഗീത വിദ്വാൻമാരുടെ കൂടെ അന്നത്തെ കാലത്ത് വായിക്കാൻ അത്ര ഒരു ഇറങ്ങില്ലായിരുന്നു. പക്ഷെ സാക്കിർ ഹുസൈൻ സാറാണ് അതിനെ വളരെയധികം ഈസി ആയിട്ട് ആ ഒരു എൻട്രി ഈസി ആക്കിയത്. അപ്പാജി അല്ലാറക്ക സാർ വായിച്ചിട്ടുണ്ട്, എങ്കിലും ഒരു മൃദംഗത്തിലുള്ള വളരെയധികം സങ്കീർണമായിട്ടുള്ള കണക്കുകളൊക്കെ വന്നിട്ട് അദ്ദേഹം വളരെ ഈസി ആയിട്ട് അതിന്റെ തബല ഫിംഗറിംഗിലേക്ക് കൊണ്ടുവന്ന് വായിച്ചു. പിന്നെ പാലക്കാട് മണിയേരുടെ കൂടെ സോളോസ്, രണ്ടുപേരും കൂടിയുള്ള സോളോസ്, അങ്ങനെ മണിയേറൊക്കെ അക്സെപ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ സമയത്ത് ഒരു വലിയൊരു കാര്യമാണ്. അതും പ്രത്യേകിച്ച് ഈ കണക്കുകൾ, അത്രയും സങ്കീർണമായിട്ടുള്ള കണക്കുകളാണ് അവർ വായിച്ചിരിക്കുന്നത്. എന്തായാലും ഓൾ ടൈം ഒരു നക്ഷത്രമായിട്ട് നമ്മുടെ ഇടയിലൊക്കെ അദ്ദേഹത്തിന്റെ മ്യൂസിക്കൽ കോൺട്രിബ്യൂഷൻ ഉണ്ടാവും. എന്താ പറയുക, ഇതിനേക്കാൾ കൂടുതലൊക്കെ പറയാനുണ്ടെങ്കിലും വാക്കുകൾ കിട്ടുന്നില്ല. മൈ ഹാർട്ട്ഫെൽറ്റ് കണ്ടോലൻസസ് ടു ദ ഫാമിലി ആൻഡ് ദൈവം അവർക്ക് ഇത് താങ്ങാനുള്ള ശക്തി കൊടുക്കട്ടെ. ശ്രീറാം, തബലയിൽ പഞ്ചാബ് ഘരാനയിൽ അച്ഛൻ അല്ലാറഖ പിന്തുടർന്ന അതേ മാതൃക തന്നെയാണ് അദ്ദേഹവും പിന്തുടർന്നു പോന്നിരുന്നത്. 7ാമത്തെ വയസ്സിലാണ് സരോദ് വിദഗ്ധനായ ഉസ്താദ് അലി അക്ബർ ഖാനോടൊപ്പം അദ്ദേഹം അച്ഛന് പകരക്കാരനായി വേദിയിലെത്തുന്നത്. അതെ, അച്ഛന് പകരക്കാരൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ തന്നെ രണ്ടുപേരും കൂടി സോളോ ഒക്കെ വായിക്കുമായിരുന്നു. ആ ഒരു മനോഹര ഒരു വഴങ്ങുന്ന അപൂർവം ചെയ്യുന്ന ഒരാളാണ് അദ്ദേഹം. നമ്മൾ ഒരു ഇൻസ്ട്രുമെന്റില് പല രീതിയിലുള്ള ആർട്ട് വായിക്കുക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമുള്ള കാര്യമല്ല. കാരണം അത് പഠിപ്പിലൂടെ വരുന്നതല്ല, അത് പ്രാക്ടിക്കലിലൂടെ വരുന്നതാണ്. സോ അതില് എങ്ങനെയാണ് സാക്കിർ സാർ, അത് മാത്രമല്ല ഒരു ഏത് ക്രൗഡിനെയും അദ്ദേഹത്തിന് ആകർഷിക്കാൻ കഴിയുമായിരുന്നു. ഒരു വളരെ കൺസർവേറ്റീവ് ക്രൗഡായാലും ശരി, അല്ല വളരെയധികം ജോവിയലായിട്ട് ഒരു കോളേജ് ക്രൗഡായാലും ശരി, അദ്ദേഹം തബലയിലൂടെ പാടിക്കൊണ്ടിരുന്നു എന്ന് വേണം പറയാൻ. അതുപോലെയുള്ള ഒരു ഫിംഗറിംഗ് ആയിരുന്നു. ആൻഡ് പകരം വെക്കാൻ ആളില്ല. അതാണ് അതിന്റെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. തീർച്ചയായും. ശ്രീറാം, ഈ അടുത്ത കാലത്ത് അദ്ദേഹവുമായി കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിരുന്നോ? ഇല്ല, ഞാൻ അതിനുശേഷം പിന്നെ എനിക്ക് വലിയ കമ്മ്യൂണിക്കേഷൻ ഇല്ല. മ്യൂസിക്കിന്റെ അദ്ദേഹത്തിന്റെ ഒരുപാട് ഇപ്പൊ ഹാസിർ എന്നുള്ളൊരു ആൽബം ഹരിഹരൻ സാറിന്റെ കൂടെ അത് അദ്ദേഹം പാടിയ ശേഷം വായിച്ചതാണത്. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കാറ് എന്തായിരിക്കും അവർ തമ്മിലുള്ള ആ ഒരു എന്താ പറയാ മെന്റൽ സിങ്ക്രണൈസേഷൻ. ആലോചിച്ച് പോലും നോക്കാൻ പറ്റാത്ത അത്രയ്ക്കും എന്താ പറയാ സങ്കീർണതകൾ നിറഞ്ഞ നടകളൊക്കെ വന്നിട്ട് വളരെ ഈസി ആയിട്ട് വായിച്ചിട്ടുണ്ട് ആ ആൽബത്തിന്. സോ അത് വളരെ ഫേമസ് ആണ് നമുക്ക് ഇവിടെ കേരളത്തിൽ. വളരെ നന്ദി ശ്രീറാം, ഈ സമയത്ത് നമ്മളോട് സംസാരിച്ചതിന്.